എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. 10th പ്രിലിമിനറി എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലുള്ള മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 5. ഒന്നാമത്തെ ചോദ്യം: ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? എ ആൻഡ് ബി കാർബൺ, സി ഓക്സിജൻ, ഡി ഹൈഡ്രജൻ. ഉത്തരം സി ഓക്സിജൻ. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. രണ്ടാമത്തെ ചോദ്യം: ഞാനാണ് രാഷ്ട്രം എന്ന പ്രസ്താവന നടത്തിയത് ആര്? എ ലൂയി 14, ബി റൂസോ, സി വില്യം ഷേക്സ്പിയർ, ഡി എബ്രഹാം ലിങ്കൺ. ഉത്തരം എ ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന പ്രസ്താവന നടത്തിയത് ലൂയി 15. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ഭരണമാണ് ജനാധിപത്യം എന്ന് അഭിപ്രായപ്പെട്ടത് എബ്രഹാം ലിങ്കൺ. മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതങ്ങൾ കാറൽ മാർക്സ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ഗാന്ധിജി. മൂന്നാമത്തെ ചോദ്യം: ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എ ചെന്നൈ, ബി ബാംഗ്ലൂർ, സി ന്യൂഡൽഹി, ഡി മുംബൈ. ഉത്തരം ബി ബാംഗ്ലൂർ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി. കൃഷ്ണഗിരി സ്റ്റേഡിയം വയനാട്. വാങ്കഡെ സ്റ്റേഡിയം മുംബൈ. ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരം. നാലാമത്തെ ചോദ്യം: ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ? എ വിക്രം സാരാഭായ്, ബി ജി മാധവൻ നായർ, സി APJ അബ്ദുൽ കലാം, ഡി മലൈസ്വാമി അണ്ണാദുരൈ. ഉത്തരം ഡി മലൈസ്വാമി അണ്ണാദുരൈ. ഇന്ത്യയുടെ ചന്ദ്ര പര്യഗവേഷണം അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രയാൻ. അഞ്ചാമത്തെ ചോദ്യം: പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം? എ 2012, ബി 2019, സി 2013, ഡി 2010. ഉത്തരം എ 2012. പശ്ചിമഘട്ടം കടന്നുപോകുന്ന സംസ്ഥാനങ്ങൾ: ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര, കർണാടക, കേരളം, തമിഴ്നാട്. പശ്ചിമഘട്ടത്തിൻ്റെ നീളം 1600 കിലോമീറ്റർ. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം 16. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും താങ്ക് യു.